മരണത്തെ തോൽപ്പിക്കാൻ തന്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ വധിച്ച മഹാവിഷ്ണുവിനോട് പകവീട്ടാൻ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ തുടങ്ങി. ഹിരണ്യകശിപുവിന്റെ കഠിനമായ തപസ്സിൽ ലോകം വിറകൊണ്ടു. ഒടുവിൽ ആ ഭക്തിയിൻ പ്രീതനായി ബ്രഹ്മദേവൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷനായി. മരണത്തെ തോൽപ്പിക്കാൻ ഹിരണ്യകശിപു തന്ത്രങ്ങൾ മെനഞ്ഞു. ലോകത്താർക്കും തന്നെ വധിക്കാനാവാത്ത വിചിത്രമായ ആ വരങ്ങൾ അവൻ ചോദിച്ചു വാങ്ങി. മനുഷ്യനോ മൃഗമോ തന്നെ തുടരുത്, വീടിനുള്ളിലോ പുറത്തോ വെച്ച് മരണം തന്നെ തുടരുത്, പകലോ രാത്രിയോ മണ്ണിലോ വിണ്ണിലോ തനിക്ക് മരണം അസാധ്യമാകണം, ഒരൊറ്റ ആയുധം പോലും തന്റെ ജീവനെടുക്കരുത്. വരം കിട്ടിയതോടെ ഹിരണ്യകശിപു അഹങ്കാരിയായി മാറി. ത്രിലോകങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് അവന്റെ അസുരവാഴ്ച തുടർന്നു. താനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് പ്രഖ്യാപിച്ച് അവൻ സന്യാസിമാരെ വേട്ടയാടി. പക്ഷേ ആ അസുര ചക്രവർത്തിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി സ്വന്തം മകൻ വളർന്നു. വിഷ്ണുഭക്തനായ പ്രഹ്ലാദൻ തന്റെ സഹോദരനായ